സോ മെഡിറ്റേഷൻ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള എല്ലാത്തരം ആക്ടിവിറ്റീസിനെയും കൺവേർട്ട് ചെയ്ത് ഫുള്ളി ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മളെ കൊണ്ടുവരിക. അതായത് ഇറ്റ്സ് അബൌട്ട് ട്രാൻസ്ഫോമിങ് യുവർ അൺകോൺഷ്യസ്നെസ് ഇൻ ടു കോൺഷ്യസ്നെസ്. നമ്മുടെ അൺകോൺഷ്യസിനെ കൺവേർട്ട് ചെയ്ത് കംപ്ലീറ്റ്ലി നമ്മളെ കോൺഷ്യസ് ആക്കുക. നമ്മുടെ ഓരോ മൈന്യൂട്ട് ഫ്രാക്ഷൻ ഓഫ് അവർ ബീങ് ഷുഡ് ബി കോൺഷ്യസ്. നമ്മളെ കംപ്ലീറ്റ് ഒരു കോൺഷ്യസ് ബീങ് ആക്കുക എന്നതാണ് മെഡിറ്റേഷന്റെ മെയിൻ ഉദ്ദേശം. സോ ഇതിലൂടെ മാത്രമേ നമ്മുടെ ഒരു ലൈഫിൽ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ നടക്കത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു കംപ്ലീറ്റ് ക്വാളിറ്റി തന്നെ നമുക്ക് മാറ്റിക്കൊണ്ട് വരാൻ പറ്റും. ഈ നമ്മുടെ ആൻസൈറ്റി, ഡിപ്രഷൻ, അങ്ങനെ പലതരം നെഗറ്റീവ് സ്റ്റേറ്റ്സിൽ നിന്നെല്ലാം നമുക്കൊരു പെർമനന്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് മെഡിറ്റേഷനിലൂടെ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു യഥാർത്ഥ നേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ ഒരു ബ്ലിസ്ഫുൾ, എക്സ്റ്റാറ്റിക്, 24 hours അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന അതാണ് നമ്മുടെ ശരിക്കുള്ള നേച്ചർ. സോ ഒരു സെൽഫ് നേച്ചറിലേക്ക് നമ്മുടെ യഥാർത്ഥ ഒരു നേച്ചറിലേക്ക് കൊണ്ടുവരികയാണ് നമ്മളെ മെഡിറ്റേഷനിലൂടെ ചെയ്യുന്നതെന്ന് പറയാം. സോ മെഡിറ്റേഷന്റെ ഉദ്ദേശം അതാണ്, നമ്മുടെ ആ ഒരു റിയൽ